പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരൾ തന്ന പെൺകുട്ടിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നിരന്തരം ആദർശിനെ നിർബന്ധിക്കുകയാണ്. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ആദർശ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം ദേവയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആദർശ് നയനയെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നയനയെ കാണുമ്പോൾ ദേവയാനിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരുന്നു. അങ്ങനെയുള്ളൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ദേവയാനി ആദർശിനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്താണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്, എനിക്ക് 1-2 ഷോപ്പിംഗ് നടത്തണം, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. എൻ്റെ അച്ഛന് വലിയ തിരക്കാണ്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മേ, നമുക്ക് പോകാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അമ്മ ഗിഫ്റ്റ് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? എനിക്ക് കരൾ തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിക്ക് കൊടുക്കാനാണ് ഈ ഗിഫ്റ്റ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആദർശാണെങ്കിൽ ഒന്ന് പതറി പോകുന്നുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങണം. ആ കുട്ടിക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് കഴിയുന്നതൊക്കെ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കണം. അല്ല അമ്മേ, ആ കുട്ടിക്കൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞത്? അത് ആ കുട്ടിയുടെ നല്ല മനസ്സാണ് മോനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ കുട്ടിയെ കണ്ട് നിൻ്റെ ഭാര്യ പഠിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് നല്ല കുട്ടികളൊക്കെ പറയുക. പക്ഷേ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ്. അത് മാത്രമല്ല, നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് 1-2 നല്ല ഡിസൈനിൻ്റെ ഗോൾഡ് എടുക്കണം. എൻ്റെ ഭാര്യ ഡിസൈൻ ചെയ്യാത്തത്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് നല്ല ഗോൾഡൊന്നും അവിടെ നിന്ന് കിട്ടില്ല. എനിക്ക് കിട്ടുന്നത് കിട്ടിയാൽ മതി. എന്നാലും നിൻ്റെ ഭാര്യ ഡിസൈൻ ചെയ്തത് ഞാൻ എടുക്കില്ല. മോനെ, ഞാൻ ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞിട്ട് ഈ ഡ്രസ്സാണ് മോനെ ഇട്ടത്. അതിനമ്മ ഈ പർച്ചേസിങ് മാത്രമല്ലേ ഉള്ളൂ. അല്ല മോനെ, ഇന്ന് തന്നെ എനിക്ക് കരൾ തന്ന കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. എനിക്ക് ഇന്ന് തന്നെ അവളെ കാണണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. കുട്ടി അവിടെ ഉണ്ടാകുമോ എന്നറിയണം. അതിനമ്മേ, ആ കുട്ടിയുടെ വീട് കുറച്ച് ദൂരെയല്ലേ? അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് അത്യാവശ്യം ദൂരമൊക്കെ എനിക്ക് സഞ്ചരിക്കാം. അല്ല അമ്മേ, അമ്മ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോ? അവളെ എന്തായാലും ഞാൻ അവളുടെ വീട് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം കൊടുത്തോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അമ്മ ഈ അവസ്ഥയിൽ എന്തായാലും ഇങ്ങനെ യാത്ര ചെയ്യാൻ നിൽക്കേണ്ട മോനെ, എനിക്ക് എന്തായാലും അവളെ കണ്ടേ പറ്റൂ. അതിനൊരു മാറ്റവുമില്ല. ഒരു ദിവസമായി ഞാൻ പറയുന്നു എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണിച്ചു തരാൻ, പക്ഷെ ആരും കാണിച്ചു തരുന്നില്ല. അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഒന്നും പറയണ്ട, നീ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ. അതിന് വേറൊരു നിവൃത്തിയില്ലാതെ ആദർശ് അമ്മ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. ആദർശ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ജയനെ കാണുന്നുണ്ട്. ആദർശ്, എന്ത് പറ്റിയടാ? എന്തോ ഒരു വിഷമമുണ്ടല്ലോ, എന്തായാലും പറ എന്നൊക്കെ ജയൻ പറയുകയാണ്. ഒന്നും പറയണ്ട അച്ഛാ, അമ്മ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് അറിയോ? എന്താ മോനെ, എന്താ കാര്യം എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആ കരൾ ദാനം ചെയ്ത കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടി ഗോൾഡ് ഗിഫ്റ്റും എല്ലാം വാങ്ങിക്കാൻ എന്നോട് കൂടെ വരാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാമായിട്ട് ഇന്ന് തന്നെ അവളെ കാണാൻ പോകണമെന്നാണ് അമ്മ പറയുന്നത് എന്നൊക്കെ ആദർശ് പറയുകയാണ്. അച്ഛാ, ഞാൻ ആരെയാണ് കാണിച്ചു കൊടുക്കുക? കുറേ ദിവസമായിട്ട് ഞാനൊരു പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ്, എവിടുന്ന് കിട്ടുന്നില്ല. മോനെ, നമ്മൾ വലിയൊരു കുരുക്കിലാണല്ലോ പെട്ടിരിക്കുന്നത്. അതേ അച്ഛാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അമ്മ ഒരേ ഒരു വാശിയിലാണ്. കരൾ തന്ന കുട്ടിയെ കാണണം തന്നെയാണ് അമ്മ പറയുന്നത്. നിന്നെ അമ്മ വാശി പിടിച്ചാലുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. ഒരു മാറ്റവും അവിടെ ഉണ്ടാവില്ല. ഇതുവരെ ദേവിയാനി പിടിച്ചു നിന്നതാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് യാത്ര ചെയ്യാൻ വേണ്ടി അവൾ ഒരുങ്ങുന്നത്. അച്ഛാ, അമ്മയുടെ തീരുമാനം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഒരു കാര്യം ചെയ്യ്, നീ പോയിക്കോ, ഞാൻ ദേവിയാനിയോടൊന്ന് സംസാരിക്കട്ടെ. ഇത് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജയ റൂമിലേക്ക് വരുന്നുണ്ട്. ദേവിയാനി ഒരുങ്ങി എങ്ങോട്ട് പോവുകയാണ്? ജയേട്ടാ, ഞാൻ ഒരാളെ കാണാൻ പോവുകയാണ്. കുറേ ദിവസമായല്ലോ അച്ഛനോടും മോനോടും പറയുന്നു ആ കുട്ടിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നീ ഇപ്പോഴും അതിന്റെ പിന്നാലെ തന്നെയാണോ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് ആ കുട്ടിയെ കാണിച്ചു തരാമെന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്? ദേവയാനി, നീ ഇത്ര തിരക്ക് കൂട്ടരുത്. എന്തായാലും നിന്നെ വന്ന് കണ്ടിരിക്കും. ഇനി ആ കുട്ടിക്ക് ഗിഫ്റ്റ് വല്ലതും കൊടുക്കണമെങ്കിൽ നീ കൊടുത്തോ. പക്ഷെ ഞാൻ കുട്ടിയുടെ അടുത്ത് പോയി നീ കാണേണ്ട. ആ ഗിഫ്റ്റ് ആദർശിന്റെ കയ്യിൽ കൊടുത്തു വിട്ടോ, അവൻ കൊടുത്തോളൂ. അതെന്താ, ആദർശിന് പോകാൻ പറ്റും, എനിക്ക് പോകാൻ പറ്റില്ലേ? ഞാനെന്താ കുട്ടിയെ കണ്ടാല് എന്താ പ്രശ്നം ചെയ്യേട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. കുട്ടിയെ എനിക്ക് കാണാൻ പറ്റില്ലേ? അതോ ആ കുട്ടി കാണണ്ട എന്ന് പറഞ്ഞോ? ദേവയാനി, ആ കുട്ടി ഒരു പാവം കുട്ടിയാ, അതുപോലെ തന്നെയാണ് അവളുടെ ഭർത്താവും. പിന്നെ എന്താ ചെയ്യേട്ടാ, എനിക്ക് അവളെ ഒന്ന് പോയി കണ്ടാലേ? ചേട്ടൻ എന്തിനാണ് എന്നെ ഇങ്ങനെ തടയുന്നത്? തടയാൻ വലിയൊരു കാരണമുണ്ട്. കരൾ തന്ന കാര്യം ആ കുട്ടിയുടെ ഭർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് ചെയ്യേട്ടാ ഈ പറയുന്നത്? അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞില്ലേ? കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം, പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല. എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്? എല്ലാവരെയും അറിയിക്കാതെ, പ്രത്യേകിച്ചും ഭർത്താവിന്റെ വീട്ടുകാർ എല്ലാം അറിയേണ്ടതല്ലേ? ആ കുട്ടിയുടെ അമ്മായിമ്മ അറിഞ്ഞില്ലേ? അമ്മായിമ്മയെ അറിയിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ആ കുട്ടിയുടെ അമ്മായിമ്മ പേഷ്യൻ്റാണ്. ആ കുട്ടിയുടെ അമ്മായിമ്മ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മായിമ്മ അവളെ അംഗീകരിക്കുന്നില്ല. കഷ്ടമായി പോയല്ലോ. ഇത്രയും നല്ല മനസ്സുള്ള കുട്ടിയെ എന്തുകൊണ്ടാണ് അവളുടെ അമ്മായിമ്മ മനസ്സിലാക്കാത്തത്? തന്നെയാണ് ഞാനും ആദർശം കുറെ കാലമായിട്ട് ആലോചിക്കുന്നത്. എന്നാൽ ഇത് പതുക്കെയായിരുന്നു ജയൻ പറഞ്ഞത്. എന്താ, വല്ലതും പറഞ്ഞോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും നല്ല മനസ്സുള്ള കുട്ടിയെ അവളുടെ അമ്മായിമ്മ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നതെന്ന് എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. ജയേട്ടാ, ആ കുട്ടി എന്തിനാണ് എനിക്ക് കരൾ ദാനം ചെയ്തത്? അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? അതൊന്നും എനിക്കറിയില്ല. എന്നാലൊരു കാര്യം പറഞ്ഞു,
ഈ ജന്മത്തിൽ ഒരാളെ സഹായിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ് ആ കുട്ടി കരുതുന്നത്. പാവം കുട്ടി എന്തൊക്കെ കൊടുത്തിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞല്ലോ. സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണോ ആ കുട്ടി? തരക്കേടില്ല, അത്യാവശ്യം വലിയ ഫാമിലിയാണ്. അതുകൊണ്ടായിരിക്കും ജയേട്ടാ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞത്. സാമ്പത്തിക ശേഷി ഉണ്ടായത് കൊണ്ട് തന്നെയായിരിക്കും ആ കുട്ടി വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ധൃതി പിടിച്ച് നീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. എന്നാലും ജയേട്ടാ എനിക്ക് കണ്ടേ പറ്റൂ. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് കാണണം. ജയേട്ടാ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കേണ്ട. കുട്ടിയുടെ ഫോട്ടോ എങ്കിലും ഒന്ന് കാണിച്ചു തന്നോട്ടെ ജയേട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അല്ലെങ്കിൽ ആരും അറിയാതെ ആ കുട്ടിയെ ഒരു നോക്ക് കാണണം. ആരും അറിയാതെ ഒന്ന് കണ്ടാൽ മതി, പിന്നെ ഞാൻ വാശി പിടിക്കില്ല. ജയേട്ടന് എന്താണ് ഒന്നും മിണ്ടാത്തത്? ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം എന്ന് ജയൻ പറയുന്നുണ്ട്. അങ്ങനെ ജയ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കുട്ടി ഞാനൊന്ന് കണ്ടാൽ ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. എനിക്ക് എന്തായാലും രണ്ടിലൊന്നും അറിയണം. ഇന്ന് തന്നെ ആ കുട്ടിയെ കണ്ടേ പറ്റൂ. അങ്ങനെ ജയ നേരെ ആദർശിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ട പാടെ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായി കാര്യം? അമ്മ എന്താണ് പറഞ്ഞത്? എൻ്റെ അമ്മയുടെ കാര്യമൊന്നും പറയണ്ട. എത്ര പറഞ്ഞിട്ടും അവളുടെ തലയിലേക്ക് കയറുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി ഒരു കാര്യം ചെയ്യ്, നയനമോളെ പോയി കാണിച്ചു കൊടുക്ക്. നയനെ കാണിച്ചു കൊടുക്കാനോ? അച്ഛാ നയനെ കാണിച്ചു കൊടുത്താൽ ഇനി വേറെ വിഷയം എന്തെങ്കിലും ഉണ്ടാകുമോ? അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. അതൊന്നും എനിക്ക് അറിയില്ല മോനെ, എന്തായാലും കാണിച്ചു കൊടുത്തേ പറ്റൂ. ജയനും ആദർശം കൂടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇക്കാര്യം അച്ഛനോട് പറയാം, ബാക്കി പിന്നീട് തീരുമാനിക്കാം എന്നൊക്കെ ജയൻ പറയുകയാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ആദർശം ജയനും വരുന്നുണ്ട്. എന്ത് പറ്റി രണ്ടുപേരുടെ മുഖത്തൊരു വാട്ടം പോലെ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ഒന്നും പറയേണ്ട അച്ഛാ, ദേവയാനി വാശിയിലാണ്. ബ്ലഡും കരളും തന്ന് ജീവൻ രക്ഷിച്ച ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് ഒരു നോക്ക് കാണണമെന്നാണ് ദേവയാനി പറയുന്നത്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ, എത്രയെന്ന് വെച്ചിട്ടാണ് അവളോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ദേവയാനി ആണെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ചോദിക്കാത്ത ദിവസങ്ങളില്ല. അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കി, ദേവയാനി നയനമോളെ കണ്ടാലുള്ള അവസ്ഥ. ദേവയാനി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നയനത്തിനെ കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്ന് ഞാൻ പറയുന്നില്ല. 100 കള്ളം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ശരി പറയുന്നതാണ്. എന്തായാലും ദേവയാനി സത്യങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാകാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് ആദർശം ഒന്ന് വിളിക്കേ. ഇല്ലെങ്കിൽ ദേവയാനി മോളുടെ നന്മ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അല്ലടോ വസുന്ധരെ? അതെ, ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ അവർ അനുഗ്രഹമൊക്കെ വാങ്ങി കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല ജേട്ടന് വരുന്നുണ്ടോ? അതെ ഞാനും വരാം. ആ കുട്ടിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടല്ലോ, ഞാനും കൂടെ വരാം. അല്ല ഇത്ര നേരം ജയേട്ടൻ പറഞ്ഞു അങ്ങോട്ട് ആരും പോകാൻ പറ്റില്ലെന്ന്. ഏതായാലും നീ കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും വന്നെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് അവർ 3 പേരും കാറിൽ കയറുന്നുണ്ട്. പിന്നെ അവർ നയനെ കാണാൻ വേണ്ടി പോവുകയാണ്. വണ്ടി നേരെ നയനയുടെ വീട്ടിന് മുന്നിൽ നിർത്തുന്നുണ്ട്. അങ്ങനെ ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആദ്യം കാണുന്നത് കനകയെയാണ്. കനകയെ കണ്ട പാടെ തന്നെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ദേവയാനി. നയനയാണ് ദേവയാനിക്ക് കരൾ നൽകിയതെന്ന് ദേവയാനി അറിയാൻ പോവുകയാണ്. ദേവയാനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വരും എപ്പിസോഡുകൾ കാണുക.